പ്രിയപ്പെട്ട മണിമലക്കുന്ന് പഞ്ചായത്ത് നിവാസികളെ, മണിമലക്കുന്ന് പള്ളി ഇടവകാംഗവും പൊതുകാര്യ പ്രസക്തനും മുൻ പഞ്ചായത്ത് അംഗവും പ്ലാന്ററുമായ മാളിക വീട്ടിൽ മത്തായിച്ചൻ ഇന്ന് രാവിലെ 5 മണിക്ക് അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നിര്യാതനായ വിവരം ഏവരെയും വ്യസനസമേതം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏകമകൻ മിസ്റ്റർ സണ്ണിക്കുട്ടി അമേരിക്കയിലായതിനാലും അദ്ദേഹം എന്നെത്തിച്ചേരുമെന്ന് കൃത്യമായി അറിയിപ്പ് കിട്ടാത്തതിനാലും ശവസംസ്കാര തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സണ്ണിക്കുട്ടി എത്തിച്ചേർന്നതിന് ശേഷമേ സംസ്കാര തീയതി തീരുമാനിക്കൂ. എന്നാൽ അയൽവക്കക്കാർക്കും ബന്ധുക്കൾക്കും ശവം ദർശിക്കാനുള്ള സൗകര്യാർത്ഥം ജഡം പരേതന്റെ ബംഗ്ലാവിൽ പ്രത്യേകം ശീതീകരിച്ച മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അറിയിപ്പ്: ദർശന സമയം രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിപ്പുകാരും കൂട്ടിരിപ്പുകാരും ഒക്കെ പോയി. ഇനി ഈ ബംഗ്ലാവിലെ ഈ മുറിയിൽ ഞാനും 4 ദിവസമായി ഈ മൊബൈൽ മോർച്ചറിയിൽ മരിച്ചു കിടക്കുന്ന മത്തായിച്ചനും മാത്രം. ദൈവമേ, ദർശനം ലഭിക്കുവാൻ നിത്യമായ സത്യമേ ഞാൻ കാലമെത്ര കാക്കണം. വിണ്ണിൽ നിന്റെ സ്വർഗരാജ്യം സാന്ത്വനങ്ങളേൽക്കുവാൻ മണ്ണിൽ ഞങ്ങൾ മർത്യരെത്ര പീഡനങ്ങളേൽക്കണം. കരിമലകളുഴുതു മണ്ണിൽ കനകമണികൾ വിളയിച്ചു. പേമാരി പെരുമഴയിൽ പൊലിഞ്ഞു പോയി ജീവിതം. നിന്റെ നാമം വാഴ്ത്തി ഞങ്ങൾ വാഴ്വിൽ വീണ്ടും ഉയരവേ. മഹത്വമെത്രയെന്ന് വ്യക്തമായറിഞ്ഞു ഞാൻ. പാപിയാമെനിക്കു നീ പാരിൽ തന്ന ജീവിതം പുത്രരാൽ വെറുക്കുവാൻ പാപമെന്തു ചെയ്തു ഞാൻ. പീഡയാൽ പിടഞ്ഞ യഹൂദരോടു പൊറുത്തപ്പോൾ എന്റെ ദുഃഖമേറ്റുവാങ്ങി പുത്രരോടു പൊറുക്കണേ.
നട്ടപ്പാതിരാ രാത്രിക്ക് കാത്തിരിപ്പുകാരും കൂട്ടിരിപ്പുകാരും ഒക്കെ പോയിട്ട് സമയം എത്രയോ ആയി. മണിയാണെ 12 കഴിഞ്ഞു. പിന്നെ ആരാ വിളിക്കാൻ? അല്ല, ഇവിടെ ആരാ ഉള്ളത്? ഒന്ന് ഞാൻ, പിന്നെ 4 ദിവസമായി വെടി തീർന്ന് പെട്ടി കിടക്കുന്ന മത്തായിച്ചൻ. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? തോന്നിയതായിരിക്കും. മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട് ഓരോരോ തോന്നലുകൾ. എന്നാത്തിനാ ഇങ്ങോട്ട് വാഴ കഴിക്കും? നീയേ ആ പുറത്തോട്ടുള്ള വാതിലൊന്നടച്ച്. വാതിലടയ്ക്കാണോ? എന്തിന്? പറഞ്ഞത് കേൾക്കണ കഴിവുകളുടെ ചെറുപ്പം മുതലേ എൻ്റെ കൂട്ടുകാരൻ ശാറ പറയാന്ന് കുറെ വർത്താനവും പറയും, നാട് നീർക്കാതെ പണിയും ചെയ്യും. പാവസ്ഥാന മത്തായിച്ചോ, കഥകളൊക്കെ ഞാൻ അടച്ച് കുറ്റിയിട്ട് കേട്ടോ. എനിക്ക് നീ ഒരു സഹായം ചെയ്തതാ. സഹായമോ? എന്ത് സഹായം? നീ ഇങ്ങ് വന്നേ, എന്റെ ഈ കയ്യെ പിടിച്ചേ എന്നെ ഈ പെട്ടിയിൽ നിന്നങ്ങ് ഇറക്കാൻ സഹായിക്ക. എന്റെ മത്തായിച്ചോ, എന്തുവാ ഈ പറയുന്നത്? ചത്തുപോയവൻ കിടക്കേണ്ടതേ പെട്ടിയില. ആന്നടാ, ശവപ്പെട്ടിയില്. പക്ഷെ ഇത് ഐസ് പെട്ടിയാ. ഐസ് പെട്ടി കിടത്തിയിരിക്കുന്നത് ശവം ചീഞ്ഞു താറാതിരിക്കാനാ. ഓ, എന്നെ എന്തിനാടാ ഒരു കാണാമാണിക്യം പോലെ കാത്തു സൂക്ഷിക്കുന്നത്? ചത്തവനെ ഒന്നിനെ പള്ളി സിമത്തേരിൽ പോയി അടക്കണം, അല്ലെ കത്തിക്കണം.
അത് ചത്തവന്റെ ഒരു അവകാശമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? മകൻ സന്നക്കുട്ടി അങ്ങ് അമേരിക്കയിൽ വരണ്ടായോ? അന്ത്യചുംബനം തരണ്ടായോ? ഓ, അന്ത്യചുംബനം കോപ്പ്. എനിക്കാരുടെ അന്ത്യചുംബനം ഒന്നും വേണ്ട. ഈ ഐസ് പെട്ടിയിലുള്ള ഈ തണുത്ത് വരച്ചുള്ള കിടപ്പേ അതിത്തിരി പാടാ. അല്ല എന്റെ മത്തായിച്ചു, ചത്തുപോയ മത്തായിച്ചൻ ഈ പെട്ടിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കുത്തിയിരിക്കുന്നത് ആരെങ്കിലും കണ്ട എന്തോ വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? വെട്ടിക്കിടന്ന് ഈ ഐസ് വെട്ടിക്കിടന്ന് ബോറടിച്ചപ്പോ ഒന്ന് വെളിയിലേക്ക് എടുത്തിരുത്തി റിലാക്സ് ചെയ്യാനായിട്ട്. അതിനിപ്പോ ആരാ കാണാനിരിക്കുന്നേ? കാണാനുള്ളവരും കൂട്ടിരിപ്പുകാരും ഒക്കെ പോയില്ലേ? അവരെല്ലാരും ഇനി കാലത്തേ വരുള്ളൂ. അതിനുമുമ്പ് ഞാനിങ്ങ് കയറി ഇരുന്നോളാവേ. എന്റെ മത്തായിച്ചോ, സംഗതി ഞാൻ സഹായിക്കാം. പക്ഷേ കുടുക്ക് അവസാനം എന്റെ കഴുത്തലാവരുത്. ഒരു കുഴപ്പവും വരികയില്ല. അതിന് നീ കൊലക്കുറ്റമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഈ പെട്ടി കിടന്ന് നടുവും തണ്ടക്കണ്ണിയും വേദന എടുത്ത ഒരു പാവം ശവത്തിന് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വെളിയിലേക്ക് എടുത്തിരുത്തി, അത്ര തന്നെ. ആ കാര്യത്തിന് നിന്നെ ഒരു കോടതി ഒന്നും ചെയ്യില്ല. നീ ഇങ്ങ് വന്നേ, എന്റെ കയ്യിലൊന്ന് പിടിച്ച് എന്നെ ഒന്ന് വെളിയിലേക്ക് ഇറക്കിക്കേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. എടാ പാപ്പിയെ, ഓ, അങ്ങ് ആകാശത്തിന്റെ മുകളിലാണ് സ്വർഗമെന്നും ഈ ഭൂമിക്കടിയിലാണ് നരകമെന്നും ഒക്കെ പറയുന്ന നുണയാ. എല്ലാം ഈ ഭൂമി തന്നെയാ. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? 5-6 ദിവസം മക്കൾ ആരുമില്ലാതെ ആശുപത്രി കിടന്നപ്പോഴും ദാണ്ട് ഈ ഐസ് പെട്ടിയിൽ കിടന്ന് തണുത്ത് മരവിച്ച് 4 ദിവസം കിടന്നപ്പോഴും നരകം ഞാൻ കണ്ടടാ പാപ്പിയെ. അപ്പോ സ്വർഗം എപ്പോഴാ കണ്ടേ? സ്വർഗം ഈ പെട്ടിന്ന് ഇറങ്ങി നിന്റെ മുഖം കണ്ടപ്പോ, ഈ പൂക്കളെല്ലാം കണ്ടപ്പോ, നമ്മുടെ പൂവാലി പശുവിന്റെ കരച്ചിലും കേട്ടപ്പോ സ്വർഗവും ഞാൻ കണ്ടതാ. അല്ല മത്തായിച്ചോ, സത്യം പറഞ്ഞ മത്തായിച്ചൻ ഇപ്പോഴും പ്രേതം തന്നെയല്ലയോ? ആന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അല്ല, ഈ പ്രേതങ്ങളെ അത്ര വിശ്വസിക്കാൻ കൊള്ളാവാ. എടാ പോത്തെ, ഈ ലോകത്തില് സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാത്ത ഏക ജീവി മനുഷ്യരാ. ബാക്കി ഏത് ജീവിയെയും സ്നേഹിക്കാം, അവരെ വിശ്വസിക്കാം.
എനിക്കൊരു സംശയം. നമ്മൾ കാണുന്ന ഈ സിനിമയിലും നോവലിലും കഥകളിലും ഒക്കെ പറയുന്നത് പ്രേതങ്ങളും മനുഷ്യരെ അടുത്ത് കൂടി അവരുടെ ചോര കുടിക്കുമെന്നാണല്ലോ. പുഴു, അത് വെറും പുഴുവാ. അല്ലേ തന്നെ ഈ നോവൽ എന്ന് പറയുന്നതൊക്കെ എന്തോന്നാ, മുഴുവൻ നുണയല്ലയോ? ഇപ്പൊ താണ്ട എന്റെ കാര്യം തന്നെ നോക്ക്. പരസഹായം കൂടാതെ ഒന്നിങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ തന്നെ പറ്റില്ല. ആട്ടെ, അതൊക്കെ പോട്ടെ. എപ്പോഴാടാ എന്നെ കുഴിച്ചിടുന്നത്? എപ്പോഴാ കുഴിച്ചിടുന്നതെന്ന് ഓർത്ത് ഈ പെട്ടിയിലകത്തുള്ള കിടപ്പേ അതിത്തിരി പാടാ. അല്ല മത്തായിച്ചോ, നിങ്ങളെ എപ്പോഴാ കുഴിച്ചിടുന്നതെന്ന് ഓർത്ത് ഈ പെട്ടിയുടെ അടുത്തുള്ള ഈ കുത്തിയിരിപ്പേ അതും ഇത്തിരി പാടാ. ഹാപ്പി, നിനക്കും എന്നെ വെറുത്തു അല്ലേ? എങ്ങനെ വെറുക്കാതിരിക്കും എന്റെ മത്തായിച്ചോ? ഓരോ ദിവസം ഓരോരുത്തരന്മാരിങ്ങനെ കേറി വരും, എന്നിട്ട് കാണും, എന്നിട്ട് മാറി നിന്ന് ഓരോന്ന് പറയും. നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ നീണ്ടു നിവർന്ന് ഈ പെട്ടിയിൽ ഇങ്ങനെ കിടന്നാ മതിയല്ലോ. അല്ല, ആ കുന്നുംപുറത്തെ ചാക്കോച്ചനുണ്ടല്ലോ, അവൻ ഇന്നലെ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാവോ? ആ കഴിവരുടെ മോൻ എന്നാടാ പറഞ്ഞേ? അവൻ പറഞ്ഞതോ, നിങ്ങൾക്ക് ഇതൊന്നും വന്നാ പോരാ, ഇതിലും വലുത് വരണമെന്ന്. ആ കഴിവരുടെ മോൻ അങ്ങനെ പറഞ്ഞോ? മേടിച്ച കാശും അതിന്റെ പലിശയുടെ പലിശ ഇനി തരാനുണ്ടവൻ. മേടിച്ച കാശും പലിശയുടെ പലിശയും കൂട്ടുപലിശ എല്ലാം കൂടെ കുറെ പിടിങ്ങിയില്ലടോ താൻ. എന്നിട്ട് എന്താ നേടി? വല്ല വിട്ടുവീഴ്ച ചെയ്ത? ശരിയാടാ പാപ്പി, ചില കാര്യങ്ങളില് എനിക്ക് അല്പം ആർത്തി കൂടിപ്പോയി. എന്നിട്ട് എന്ത് നേടി? ചത്ത് കിടന്നിട്ട് 4 ദിവസമായി. അടുത്തിരുന്നൊന്ന് കരയാൻ, കണ്ണിൽ എറുമ്പ് കയറുന്നുണ്ടോന്നൊന്ന് നോക്കാൻ ഒരാളെടുത്തുണ്ടാ? 5-6 ദിവസം ആശുപത്രിയിൽ ആരോരുമില്ലാതെ കിടന്നപ്പോഴും ദാണ്ട ഈ ഐസ് പെട്ടിയിൽ തണുത്ത് വിറച്ച് കിടന്നപ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാടാ ഉള്ളത്. കിടക്കണ കോപ്പ് അയാൾക്ക് ഫീലിങ്സ് ആയി. അല്ല, പണ്ടും ഇങ്ങനെ തന്നെ, ചത്തിട്ടും പോയിട്ടില്ല അയാളുടെ ഒടുക്കത്തെ ഒരു ഫീലിങ്സ്. എടോ മത്തായിച്ചോ, തന്റെ ഈ ഫീലിങ്സ് മാറ്റാൻ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ? എന്നതാ? ഒരു ഒഴിക്കട്ടായോ? എന്താ? അല്ല, ഒരു ഒഴിക്കട്ടായോന്ന്. ജീവിച്ചിരിക്കുന്നവൻ മരിച്ചവനോട് ചോദിക്കുന്നത് കേട്ടില്ലേ, ഒരു സ്മോൾ ഒഴിക്കട്ടെ എന്ന്? എന്റെ മത്തായിച്ച ഒരു തിരിഞ്ഞ വർത്താനം പറയരുത് കേട്ടോ. ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ല തനിക്ക് സ്മോൾ ഒഴിച്ചു തരാൻ തുടങ്ങിയത്. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടേടാ. എടാ പാപ്പേ, നീ ഓർക്കുന്നുണ്ടോടാ നമ്മൾ രണ്ടാളും കൂടെ ആദ്യമായിട്ട് ചാരായം കുടിച്ചത്? ഓർക്കുന്നുണ്ടോന്നോ? നമ്മള് രണ്ടാളും കൊട്ടുവടി കുഞ്ഞാപ്പൂന്റെ പുരയിലേക്ക് പാത്തും പതുങ്ങിയും ഒരു ദിവസം ചെന്നതും അവിടുന്ന് ഓരോ ഗ്ലാസ് വാങ്ങിച്ച് ചാമ്പിയതും പിന്നെ അവിടെ കിടന്ന് ഛർദിച്ച് വാള് വെച്ച് മറിഞ്ഞതും. പിന്നെ നമ്മുടെ അച്ചായന്മാരതറിഞ്ഞ് നമ്മളെ രണ്ടുപേരെയും കൂണ്ടടക്കം പിടിച്ച റബ്ബർ മരത്തെ കെട്ടിയിട്ട് 2 പൂശി. അതെല്ലാം എൻ്റെ കണ്ണില് ഇപ്പോഴും അങ്ങനെ തിളങ്ങണ പാപ്പിയെ. എടോ മത്തായിച്ചോ, താൻ ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യമായി ഈ മലഞ്ചെരുവിൽ വന്നത് എന്നാണെന്ന്? ഓർക്കുന്നുണ്ടോന്നോ? ആ, ഒരു മഞ്ഞുകാലത്ത് എനിക്കന്ന് 10 വയസ്സ്. എനിക്ക് 8 വയസ്സ്.
നമ്മൾ രണ്ടാളും കൂടെ കയ്യെ പിടിച്ച്